ഹായ് ഫ്രണ്ട്സ്, ആദിസ് വ്ലോഗിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ കുട്ടികൾക്ക് വരെ സ്വന്തമായി ചെയ്യാൻ പറ്റിയ ഒരു ചരടുമാലയാണ് കേട്ടോ. അതായത് ഒട്ടും എക്സ്പെൻസീവ് അല്ലാത്ത കുറച്ച് സാധനങ്ങൾ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു മാല. ഓക്കെ, അപ്പം നമുക്ക് അതിനായിട്ട് നമ്മളിപ്പോൾ എടുത്തേക്കുന്നത് ഇത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പം ഇത് നെറ്റിപ്പട്ടകത്തിൻ്റെ ഈ അരങ്ങ് എന്ന് പറയുന്ന സൈഡിലുള്ള ആ ഒരു ത്രെഡാണിത്. അപ്പോൾ ഇത് നമുക്ക് വളരെ വിലക്കുറവിലാണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് ഇത്രയും കൂടെ നമുക്ക് 8-10 രൂപയ്ക്കാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ ഹോൾസെയിലായിട്ട് എടുക്കുന്നെങ്കിൽ നമുക്ക് 8 രൂപയ്ക്ക് ഇത് കിട്ടും. അതല്ല റീറ്റെയിൽ ആണെങ്കിൽ ഇത് 10 രൂപയ്ക്ക് കിട്ടും കേട്ടോ. അത്രയും വില കുറഞ്ഞ ഒരു സംഭവമാണ് ഇതാ ഈ ഒരു ത്രെഡ് എന്ന് പറഞ്ഞാൽ കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് വെച്ചാൽ ഇതാ ഈ ഒരു മുത്താണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ കണ്ടുണ്ടായിരിക്കും, പണ്ട് നമ്മൾ സ്ലേറ്റിലൊക്കെ ഉണ്ടായിരിക്കുന്ന സൈഡിലൊക്കെ ആ കാണുന്ന സൈസുള്ള ആ ഒരു മുത്താണ്. ഹെയർ ബോയ് ഒക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന സൈസ് അങ്ങനത്തെ ഒരു മുത്താണ്. ഇത് പ്ലാസ്റ്റിക്കിൻ്റെ സംഭവമാണ്, ബീഡ്സാണ്. വലിയ ഹോളൊക്കെയാണ് എൻ്റെ ഉള്ളത് കണ്ടോ. അപ്പം ഇത് ഇത്രയും വെച്ചാണ് നമ്മൾ ഇന്ന് ആ ഒരു മാല നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം അതിനായിട്ട് നമുക്ക് ഈ ഒരു ചരട് നമുക്ക് എടുക്കാം. അപ്പം ഇത് നമുക്ക് വളരെ തിന്നായതുകൊണ്ട് നമുക്ക് 2 ലെയർ വരത്തക്ക വിധത്തിൽ വേണം നമുക്കിത് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് ഞാൻ 2 ലെയറിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് അളവ് നോക്കാം. അപ്പോൾ ഇതാ ഇത്രയും ഒരു അളവിലാണ് നമ്മളിത് എടുത്തേക്കുന്നത്. എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, കണ്ടോ. ഈ ഒരു ബീഡ്സിൻ്റെ വലിപ്പം, ഹോളിൻ്റെ വലിപ്പം ഉള്ളതുകൊണ്ട് നമുക്കിതിന് ഗമ്മൊന്നും തേക്കേണ്ട കാര്യമില്ല. നമുക്ക് നേരിട്ട് നമുക്കിത് കൊരുത്താൽ മതി. അപ്പം നമുക്കിത് ജസ്റ്റ് ഒന്ന് മൾട്ടി ആയിട്ട് തന്നെ ഒന്ന് കൊരുത്ത് നോക്കാം. അപ്പോൾ അതാ ഇതുപോലെ ഞാനൊരു 15 മുത്തൂടെ കൊരുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിതിൻ്റെ സെൻറ്റർ ഒന്ന് പിടിക്കണം. അപ്പോൾ ഇതാണ് ഏകദേശം ഇതിൻ്റെ സെൻറ്റർ കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഓരോ അറ്റത്തും നമ്മൾ നല്ല രീതിയിൽ കെട്ടിട്ട് കൊടുക്കണം. അല്ലെങ്കിൽ ഈ മുത്തുകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓട്ടം തുടങ്ങും കേട്ടോ. അപ്പം നമ്മളിതാ ഇതിൻ്റെ ഒരു അറ്റം ഇങ്ങനെ പിടിച്ച് നമ്മളിതാ ഇതുപോലെ നമ്മളൊന്ന് കെട്ടിട്ട് കൊടുക്കാം. അപ്പോൾ ഈ മുത്തിൻ്റെ ഹോള് വലുതായതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഈ കെട്ടിൻ്റെ ഒരു വലിപ്പം കൂട്ടിയില്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഇടയിൽ കൂടെ ആ മുത്തം കളയി പോകും കേട്ടോ. എന്നിട്ട് അടുത്ത സൈഡിൽ നമുക്ക് കെട്ടിട്ട് കൊടുക്കാം. കണ്ടോ. അപ്പം നമ്മുടെ മാല ഇതാ തയ്യാറായി കഴിഞ്ഞു. വളരെ ഭംഗിയായിട്ടും വളരെ ട്രെൻഡി ആയിട്ടും നമുക്ക് കുട്ടികൾക്ക് വിയർ ചെയ്ത് കൊടുക്കാൻ പറ്റിയ രീതിയിൽ അവരെ കൊണ്ട് തന്നെ നമുക്ക് കൊരിപ്പിക്കാൻ പറ്റിയ ഒരു മാലയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഏറ്റവും ലാസ്റ്റ് നമുക്ക് ചേർത്ത് 2 കെട്ടും കൂടെ അങ്ങ് കെട്ടിക്കൊടുക്കാമേ. അപ്പോൾ ഇത് നമ്മുടെ മൾട്ടി കളർ മാല ഇതാ റെഡിയായി കഴിഞ്ഞു. അപ്പം ഇതെല്ലാവർക്കും ഈ മാല ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം മാല ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം ഈ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും മാലകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. കോൺടാക്റ്റ് നമ്പർ കൊടുത്തേക്കാം.